പിതാവ് തോമസിന്റെ കലാരംഗത്തെ സൗഹൃദങ്ങളാണ് ഇവരെ ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിച്ചത്. 1954 സത്യൻ നായകനായി പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെയാണ് മിസ് കുമാരി ശ്രദ്ധേയ താരമായി മാറിയത്. 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച താരം വളരെ വേഗം തന്നെ ആരാധകരുടെ മനം കവർന്നു. നീലക്കുയിലിലെ അഭിനയത്തിന് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ലഭിച്ചു. മദ്രാസ് ഫിലിം ഫെയർ അസോസിയേഷൻ മികച്ച നടിക്കുള്ള വെള്ളിയിലും പിച്ചളയിലും തീർത്ത ശില്പങ്ങൾ നൽകി മിസ് കുമാരിയെ ആദരിച്ചിട്ടുണ്ട്. 1955 ഹരിചന്ദ്ര, 1963 പുറത്തിറങ്ങിയ സ്നാപക യോഹന്നാൻ, 1961 ഭക്തകുചേല, അതേ വർഷം തന്നെ ഇറങ്ങിയ മുടിയനായ പുത്രൻ തുടങ്ങിയവ മിസ് കുമാരിയുടെ കരിയറിലെ ശ്രദ്ധേയ ചിത്രങ്ങളായി. 1963 ഫെബ്രുവരി 7 എറണാകുളം സ്വദേശിയായ ഫാക്ട് കെമിക്കൽ എഞ്ചിനീയർ ഹോർമിസ് തളിയത്തുമായുള്ള വിവാഹശേഷം കുറച്ചു കാലം സിനിമയിൽ നിന്നും മിസ് കുമാരി വിട്ടുനിന്നു. 1969 ജൂൺ 9 37-ാം വയസ്സിൽ മിസ് കുമാരി രോഗബാധയാൽ അന്തരിച്ചത് മലയാളത്തിന് കനത്ത നഷ്ടമായി. മരണം ആത്മഹത്യ എന്നായിരുന്നു ആദ്യം എല്ലാവരും പറഞ്ഞത്. പിന്നീട് പറഞ്ഞു കാപ്പിയിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊന്നതാണെന്ന്. അങ്ങനെ പല പല ദുരൂഹ കാരണങ്ങളും അക്കാലത്ത് ഉണ്ടായി. അവരുടെ ഭർത്താവിനെതിരെ പോലും സംശയം ഉയർന്നിരുന്നു.